നമ്മൾ വീണ്ടും മുണ്ടക്കയിലെ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ JCB ഉപയോഗിച്ച് ഇപ്പോഴും ആ മനുഷ്യ സാന്നിധ്യം മനസ്സിലായി എന്ന് കരുതുന്ന സംശയിക്കുന്ന സ്ഥലത്തേക്ക്, മനുഷ്യ സാന്നിധ്യം ഉണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്തേക്ക് റഡാറിൽ നിന്ന് സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് പരിശോധന തുടരുകയാണ്. JCB ഉപയോഗിച്ച് വളരെ സൂക്ഷ്മമായാണ് അവിടെ പരിശോധന തുടരുന്നത്. ആസിഫ് ചേരുകയാണ്. ആസിഫ്, രക്ഷാപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഈ പരിശോധന ഏത് രീതിയിൽ പുരോഗമിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്? ഞാൻ പറഞ്ഞത് നമുക്കത് മനുഷ്യ സാന്നിധ്യം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. എനിക്ക് അതിനപ്പുറത്തേക്ക് ജീവന്റെ സാന്നിധ്യം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അത് ഒരു പക്ഷേ മനുഷ്യനാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും വളർത്തുമൃഗങ്ങളാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതായത് ശ്വാസമെടുക്കുന്ന മനുഷ്യനോ അല്ലെങ്കിൽ ശ്വാസമെടുക്കുന്ന ഏതെങ്കിലും ജന്തുക്കളോ ആകാനുള്ള ഒരു സാധ്യതയാണ് ഈ റഡാറുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അപ്പോൾ ഞാൻ എടുത്തു ചോദിക്കുന്നുണ്ട്, അത് ഇഴജന്തുക്കളോ മറ്റോ ആണെങ്കിലും അത്തരത്തിൽ സെൻസ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിലില്ല. അത് ശ്വാസമെടുക്കുന്ന ജീവികളാണെങ്കിൽ മാത്രമേ അത്തരത്തിൽ അത് സെൻസ് ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത്. ആദ്യം ഒരു സ്ഥലത്ത് അത്തരത്തിലൊരു സാന്നിധ്യം വന്നതിനെ തുടർന്നാണ് പിന്നീട് വിശദമായ ഒരു പരിശോധന നടത്തുകയും അങ്ങനെ രണ്ടാമതും അവിടെ തന്നെ ഒരു സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വിശദമായ പരിശോധനയിലേക്ക് കടക്കുന്നത്. അത് ഒരു മനുഷ്യജീവന്റെ തുടിപ്പാകണം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 4ാം ദിവസം അത് അത്തരത്തിൽ ഈ ഒരു പരിശോധന കൊണ്ട് നമുക്ക് ഒരു ജീവനെങ്കിലും പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അത് മനുഷ്യജീവനാകാനുള്ള സാധ്യതകൾ മാത്രമാണ് നമുക്ക് പറയാൻ കഴിയും. കാരണം ശ്വാസമെടുക്കുന്ന എന്തും ആകാം എന്നാണ്, എന്ത് ജീവികൾ വേണമെങ്കിലും ആകാം എന്നാണ് ഇത് റഡാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു ബിൽഡിംഗ് അത് ഒരു കടമുറി അടക്കമുള്ളതുണ്ടായിരുന്നു. അതിന് താഴത്തെ ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. അവിടെ അടുക്കള സംവിധാനങ്ങൾ അടക്കമുണ്ടായിരുന്നു, അവിടെ കിടക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അപ്പോ സ്വാഭാവികമായും അത്തരത്തിലൊരു സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം കൊണ്ട് കുറച്ച് സ്ഥലം മാറ്റി അത് കൂടുതൽ വിശദമായ പരിശോധന നടത്താനുള്ള ഒരു സാധ്യതയാണ് എന്തായാലും വിലയിരുത്തൽ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ പരിശോധനയിൽ തുടരുന്നത്. കാരണം ഇപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു. വലിയ ഒരു മഴക്കാറടക്കം വന്ന് മൂടിയ ഒരു നിലയിൽ തന്നെയാണ് ഈ ഒരു പ്രദേശമുള്ളത്. എന്തായാലും ഇപ്പോൾ ആ ഒരു റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന, അത് പരിശോധനയുടെ റിസൾട്ട് ലഭിച്ചതിനെ തുടർന്നാണ് അവിടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഇപ്പോഴേതായാലും പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അത് ഇപ്പോഴും തുടരുകയാണ്. ആസിഫാണ് വിവരങ്ങൾ നൽകിയത്.